കള്ളത്തരം കാണിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. അമ്മമാരുടെ കൈകളിൽ അത് എത്തത്തില്ല. എല്ലാവർക്കും ഓണക്കൂടി വേണ്ടേ? അപ്പൊ നമ്മള് സാധാരണ നമ്മുടെ ഇവിടുത്തെ അമ്മമാരെന്ന് വെച്ചാല് ഏകദേശം ഒരേ കളറിലെ നൈറ്റിയാ നമ്മള് എടുക്കുന്നത്. കളർ ഡിസൈൻ ഒക്കെ വേറെ വേറെയാ. പക്ഷെ ജീവമാതയുടെ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മമാർക്കെല്ലാം ഏകദേശം ഒരേ കളറിലെ നൈറ്റിയാ നമ്മള് എപ്പോഴും നമ്മുടെ ഏതൊരു അന്നദാനത്തിന്റെ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ നൈറ്റിയെ കുറിച്ച് ഞാൻ പറയാം. ആദ്യമേ അമ്മമാരെ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവമാതയുടെ ഓരോ വീഡിയോസ് നോക്കുക. അതിനകത്തെല്ലാം നമ്മൾ ഏകദേശം ഒരേപോലുള്ള കളറിലെ നൈറ്റിയെ ഇടുന്നത്. നമ്മൾ അമ്മമാർക്ക് എടുക്കുന്ന ബ്ലൗസാണ് ഇത്. നമ്മൾ തയ്പ്പിക്കുന്നതല്ല, ഇത് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസാണ്. ഇതെന്ന് വെച്ചാൽ വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും എല്ലാം ഒരേപോലെ നല്ല എന്താ പറയുന്നത്, നല്ല ഷേപ്പായിട്ട് കിടക്കും. നമ്മൾ ഈ ഒരു ബ്ലൗസാണ് വാങ്ങിക്കുന്നത്. ഇത് 310 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മെറൂൺ കളർ ബ്ലൗസാണ് ഉള്ളത്. നമുക്ക് ഇനി നീലയോ മഞ്ഞയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവന്റെ അക്കൗണ്ടിൽ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മുടെ അമ്മമാർക്ക് ഓണത്തിനുള്ള ഡ്രസ്സ് സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റ് വന്നു. ഞാൻ ആദ്യമേ അതിന്റെ സെറ്റ് മുണ്ടിന്റെ റേറ്റ് 600, ഒരാൾ ചോദിച്ചു 600 രൂപ കുറഞ്ഞു വാങ്ങിക്കത്തില്ലയോ എന്ന്. നമ്മൾ അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ സെറ്റും മുണ്ടുമാണ്, അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ നൈറ്റിയാണ് ഇടുന്നത്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മെഡിക്കൽ ക്യാമ്പിനും നിങ്ങൾ ജീവമാതയുടെ പോസ്റ്റ് നോക്കിയാൽ അറിയാം, നമ്മൾ വർഷത്തിൽ ഒരു സെറ്റും കൊണ്ട് ഓണത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. അതെന്ന് വെച്ചാൽ ഇച്ചിരി ക്വാളിറ്റി ആയിട്ട് കഴുകിയായാലും അത് പന്നലാവാതെ നല്ല ഈ പ്രാവശ്യം നല്ല വീതിക്കുള്ള കരയൊക്കെയുള്ള ഒരു സെറ്റും മുണ്ടും വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിനാണ് അതിന് 600 രൂപ വില ഇട്ടത്. പിന്നെ ഒരാൾ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ബ്ലൗസിന് 300 രൂപയോ എന്ന്. 300 എന്ന് വെച്ചാൽ നമ്മൾ തയ്യക്കൂലി തയ്ച്ചല്ല എടുക്കുന്നത്. നമ്മൾ ബ്ലൗസ് റെഡിമെയ്ഡ് ആയിട്ട് ആമസോണിൽ നിന്ന് ഒന്നിച്ച് ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെയാ ബ്ലൗസ് വരുത്തുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഇട്ടതിനകത്ത് ഒരു കമന്റ് വന്ന് ഒരു രാജലക്ഷ്മി ഷൈജു എന്ന് പറയുന്ന പുള്ളിക്കാരി കമന്റ് ഇട്ടേക്കുന്നത്, ക്യാഷ് അയക്കാതെ പറഞ്ഞിരിക്കുന്ന ഐറ്റം മേടിച്ച് കൊറിയർ ചെയ്യുക, പറ്റുന്നവർ അമ്മമാരുടെ കൈകളിൽ എത്തും. അപ്പൊ ഞാൻ ദേഷിച്ചൊന്നും പറയുവല്ല, നമ്മൾ കൊറിയറിൽ നിങ്ങൾ അയച്ചു തന്നാലും അമ്മമാരുടെ കൈകളിൽ അത് എത്തത്തില്ല. അതിവിടെ ഓഫീസിലേ വരുത്തുള്ളൂ. അത് അമ്മമാർക്ക് കൊടുത്തില്ല, നമ്മളത് മറച്ചു വെക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് ക്യാഷായിട്ട് ചോദിച്ചത് അമ്മമാർക്ക് ഒരേപോലുള്ള നൈറ്റി, ഒരേപോലുള്ള ബെഡ്ഷീറ്റ്, ഒരേപോലുള്ള ബ്ലൗസ് പലരും അങ്ങനെ എടുത്തു തന്നാൽ നമ്മളതെങ്ങനെ, നിങ്ങൾ ഒരു പക്ഷേ വാങ്ങിച്ച് അയച്ചു തന്നാൽ നമ്മളത് ഉപയോഗിക്കും. പക്ഷെ ഓണത്തിന് ഇടത്തില്ല. ഓണത്തിന് നമ്മളെല്ലാം ഒരേപോലുള്ള ഡ്രസ്സേ ഇടത്തുള്ളൂ. ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ ബെഡിൽ ഒരേപോലെയുള്ള ബെഡ്ഷീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലൗസും നമ്മൾ അതേപോലെ ഒരേപോലെയുള്ള ബ്ലൗസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ കമന്റ് ഇട്ടപ്പം അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ഈ സ്ഥാപനമല്ല, വേറെ ഏതൊരു സ്ഥാപനത്തിലായാലും സാധനമായിട്ട് കൊണ്ടു ചെന്നാൽ അത് എത്തുമെന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. കൊടുത്ത്. അപ്പം നമുക്ക് കള്ളത്തരം കാണിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. എനിക്കിപ്പം ഈ അമ്മമാർക്ക് 1460 രൂപ ഒരാൾക്ക്, അതായത് ബെഡ്ഷീറ്റ്, ബ്ലൗസ്, ഇന്നർ, എല്ലാം നൈറ്റി എല്ലാം കൂടെ ചേർത്താ ഞാൻ അതിന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യം എനിക്കില്ല. ഉണ്ടോ? അത് അല്ലെങ്കിൽ പിന്നെ എന്റെ സ്പോൺസർമാർക്ക് രഹസ്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അങ്ങനല്ല. നല്ലൊരു വ്യക്തിയാന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം, ഇതെങ്ങനെയാ അയച്ചത്, എങ്ങനെയാ എടുക്കേണ്ടത്, എങ്ങനെയാ. നിങ്ങൾക്ക് നമ്മുടെ ജീവമാതയുടെ പോസ്റ്റ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ, സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും കാണുന്നവർക്കായാലും നമ്മുടെ അമ്മമാരിടുന്ന നൈറ്റി കളർ ഏകദേശം എല്ലാം ഒരേപോലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരി എന്തോ അങ്ങനെ ഇട്ടെന്ന് അറിയത്തില്ല. പിന്നെന്ന് വെച്ചാല് നമ്മള് അതിനകത്ത് പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് നെഗറ്റീവ്. ഞാൻ ചോദിക്കട്ടെ, പബ്ലിക്കായിട്ട് ഒരു സ്ഥാപനത്തിന്റെ 10-68 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ നേരിട്ട് ഒരമ്മ ഇവിടെ വന്ന ഒരാളോട് പരാതി പറയുക ഇതേപോലെ കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമില്ല. ഇതല്ലാതെ കുറെ യൂട്യൂബേഴ്സ് നിന്ന് ഒരു സ്ഥാപനം മെയിൻ ആയിട്ട് ജീവമാതയിൽ എന്തിടുന്ന് അതിനകത്ത് PR വർക്ക് ചെയ്ത് മൊത്തം നെഗറ്റീവ് അടിക്കാൻ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോൾ ജീവമാതയ്ക്കകത്ത് നിങ്ങളൊരു ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും അമ്മമാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ അമ്മമാരുടെ ആ പ്രാക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഈ കമന്റ് കണ്ട് ചിലപ്പോൾ
ഈ ചെയ്യുന്നവരും കൂടെ മടിക്കത്തില്ലേ? അപ്പൊ അങ്ങനെ മടിക്കുമ്പോഴത്തേന് ഈ അമ്മമാര് മനസ്സെരിഞ്ഞാലെ കൊണ്ട് അത് അവർക്കില്ലാതായത് ആര് കാരണവും മനസ്സറിഞ്ഞ അവര് പ്രാവയൊന്നും വേണ്ട, ഇന്ന വ്യക്തിയെന്നൊന്നും വേണ്ട, അവരൊന്നും മനസ്സ് ഉരുകി ഒന്ന് വിഷമിച്ചാൽ അത് ആർക്കാ അത് ഭവിക്കുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെന്ന് വെച്ചാൽ അതിനകത്ത് വേറൊരാള് ഒരു കമന്റ് ഇട്ടേക്കുന്നത്, വിഷ്ണു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാർ ഒരു കമന്റ് ഇട്ടേക്കുന്നത്, ശരിക്കും ഇവർക്കൊരു ഓണക്കോടി എന്ന് വേണം ക്യാപ്ഷൻ. അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ പരസ്യം ചെയ്യേണ്ടത് ക്യാഷ് കാൽക്കുലേഷൻ പറഞ്ഞിട്ടല്ല, പറ്റുന്നവർ ഓണക്കോടി മേടിച്ച് ട്രസ്റ്റിന്റെ പേരിൽ അയച്ചു കൊടുക്കാനാണ് പറയേണ്ടത്. അത് പറ്റാത്തവർ ക്യാഷ് കൊടും ചെയ്യും. ഇത് ഡാഡി ഗിരിജ ഫാമിലിക്ക് ഒരു ഓണം കൂടാൻ ക്യാഷ് അയക്കാൻ പറയുന്നതായിരുന്നു നല്ലത്. എനിക്ക് ഓണം കൂടാനെ കൊണ്ട് എനിക്ക് ക്യാഷ് അങ്ങനെ നാട്ടുകാർ അയച്ചു തരേണ്ട കാര്യമില്ല. ഇപ്പൊ നല്ല അധ്വാനിയായിട്ടുള്ളൊരു ഭർത്താവ് എനിക്കുണ്ട്. എനിക്ക് എന്റെ ഏട്ടൻ ആവശ്യത്തിന് ചെലവിന് തരുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അമ്മമാരുടെ പേര് പറഞ്ഞ് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല, ഓണം ഉണ്ടെങ്കിലും കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ കള്ളത്തരം പറയരുത്. അപ്പൊ ഞാൻ കള്ളത്തരം പറയത്തുമില്ല, കള്ളത്തരം കാണിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒന്നും മനസ്സിലാക്കണം. നമ്മള് ഈ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഓണക്കോടി 4460 എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തൊരു ഓണക്കോടിയാ, അവര് നൈറ്റി അല്ലേ ഇടുന്നത്, നൈറ്റിക്ക് എത്രയാവൂ എന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഇന്നതിന് ഇത്ര രൂപ എന്ന് വെച്ച് നമ്മൾ കടയിൽ ചോദിച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കുന്നു. നമുക്ക് പൈസ തരുന്നവർക്ക് നമുക്ക് സാധനത്തിന്റെ ബില്ല് തീർച്ചയായിട്ടും ഞാൻ അയച്ചു കൊടുക്കും. ആവശ്യപ്പെടുന്നവർക്കാണെങ്കിൽ അത് വാങ്ങിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഞാൻ എടുത്ത് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് വെച്ചാല് ഈ ഓണക്കോടി വാങ്ങിച്ചു തരാൻ പറയാഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ അമ്മമാരെല്ലാം ഏകദേശം ഒരേപോലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ അങ്ങനെയാ, അതൊരു ഭംഗിയാ എല്ലാരും ഒരേപോലുള്ള ഡ്രസ്സ് ഇടുന്നത്. നമ്മുടെ വീട്ടിലായാലും എങ്ങനെ നമ്മൾ ഒരേപോലുള്ള ഡ്രസ്സല്ല ഇടുന്നേ. അപ്പൊ അമ്മമാർക്ക് ഒരേപോലുള്ള ഡ്രസ്സ് ഈ സെറ്റും കൊണ്ടുവാണെങ്കിൽ തന്നെ വീതിയുള്ള കരയും, ഒന്നീ നീല ബ്ലൗസ് അല്ലെങ്കിൽ മഞ്ഞ ബ്ലൗസ്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നിച്ചെടുക്കാനെ കൊണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരോട് നിങ്ങൾ നൈറ്റി എടുത്ത് തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൗസ് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പം അവര് പല കളറാണ്. നമുക്കപ്പോ ഓണത്തിന് അത് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഓണത്തിന് ഒരേപോലെ അല്ലാത്തപ്പോഴേ അന്നദാനത്തിനും അല്ലാത്ത ദിവസം മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾ ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ടോണ്ടാ നൈറ്റി ഇട്ടോണ്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അതൊരു നെഗറ്റീവായിട്ട് പൈസ അവഹരിക്കാനെ കൊണ്ട് ഒന്നുമല്ല. ഒരു അമ്മയ്ക്ക് ഒരു ഓണക്കോടി എന്ന് വെച്ചാൽ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓരോരുത്തരും സഹായിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അമ്മമാർക്ക് ഈ അന്നദാനവും, നമുക്ക് അന്നദാനം വളരെ കുറവാണ്. എല്ലാ ദിവസവും നമുക്ക് ഫുഡ് കൊടുക്കാൻ സ്പോൺസർമാരില്ല. അപ്പം എല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മമാർക്ക് ഓണക്കോടിയും കൂടെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു പരസ്യം നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ നമ്മുടെ സാധനങ്ങൾ, നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്നത് നമ്മൾ അടൂരുള്ള SM സിൽക്കിന്ന്. അവിടെ നമ്മൾ ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു ബണ്ടിലായിട്ട് നമ്മൾ എടുത്തിട്ട് അത് ഒരു കട്ടിലിന് 2.5 മീറ്റർ കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരേപോലുള്ള ബെഡ്ഷീറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ SM നമ്പർ ഞാൻ തരാം, അതിന്റെ കളർ ഞാൻ തരാം, നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിച്ചു തരാം. പിന്നെ നമ്മൾ ബ്ലൗസ് ആമസോണിൽ നിന്ന് അതിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. പിന്നെന്ന് വെച്ചാൽ നൈറ്റി, ഏത് നൈറ്റിയാന്ന് വെച്ചാൽ ഞാൻ അതും കൂടെ ഇന്ന് ദൈവം സഹായിച്ച് ഒരു 10-11 പേര് നമുക്ക് അമ്മമാർക്ക് ഡ്രസ്സ് എടുക്കാനെ കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏത് കളറാന്ന് വെച്ചാൽ ആ ഡ്രസ്സ് എടുക്കുന്ന ആ നൈറ്റിയുടെ ഫോട്ടോയും കൂടെ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ച് തന്നാൽ വളരെ സന്തോഷം. നമുക്ക് ഈ പൈസ തന്നെ വേണമെന്നില്ല. അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇന്ന കളറ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇന്നത് എന്ന് വിശദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പം പിന്നെന്ന് വെച്ചാൽ അതിനകത്തുണ്ട് ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് ഇടാനെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അങ്ങനെ പ്രൊഫൈല് അവർ ചിന്തിക്കണ്ടേ, അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു സ്ഥാപനത്തിനെതിരെ, ഒരു വീടല്ല, ഞാനൊരു വ്യക്തിയല്ല, ഇതൊരു വീടല്ല, 3-4 പേരുള്ള ഒരു വീടല്ല, ഇതൊരു അനാഥാലയമാണ്. ഇതൊരു ആരുമില്ലാത്തവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും തെരുവിൽ നിന്നും നടക്കുന്നവരെ കൊണ്ടുവരുന്ന ആരുമില്ലാത്തവർ ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കമന്റ്, എത്ര മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു നിങ്ങളൊരു കമന്റ് ഇടുന്നത്? നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് ഇവിടെ തരുന്നുണ്ടോ?
അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം അമ്മമാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആരെയും വീടുകളിൽ പോയി നിർബന്ധിച്ച് കൊണ്ടുവരുന്നതല്ല, പൈസ തന്ന് ആരെയും നിർത്തുന്നതല്ല. ഇതെല്ലാം പോലീസ് സ്റ്റേഷന്റെയും പഞ്ചായത്ത് പോലീസ് സ്റ്റേഷന്റെ കത്താണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നുള്ളത്. അപ്പൊ നമ്മൾ അത്രയും ഇതെടുത്ത് ഓരോ ദിവസവും എത്ര എടുത്തുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുന്നത്, അമ്മമാരെ ഉണ്ട്, അച്ഛന്മാരുണ്ടെന്ന്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അപ്പോഴേ ഞാൻ പോയി കൊണ്ടുവരും. മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മാക്സിമം അവരെ ഒഴിവാക്കി വിടുന്നുമുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു അനാഥാലയം നടത്തുന്നത് അത്ര നല്ല സുഖമുള്ളൊരു കാര്യമല്ല. ഞാൻ പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചു 600 രൂപയാണോ സെറ്റും മുണ്ടിനും, 300 രൂപയാണോ? എനിക്ക് റെഡിമെയ്ഡ് ഷോപ്പില്ല. ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഷോപ്പിലേക്ക് സാധനം എടുക്കുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് അല്ലേ എടുക്കുന്നത്. അപ്പൊ ഹോൾസെയിലായിട്ട് നമുക്ക് ഒരുപാട് വില കുറച്ച് നമുക്ക് കിട്ടുമായിരിക്കും. ഞാൻ ഈ 68 പേർക്കുള്ള ഡ്രസ്സുകൾ ഞാൻ എടുക്കുന്നത് ഇവിടെ കൊട്ടാരക്കര ശക്തി എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന്. നിങ്ങൾക്ക് ആ കടയിലെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. കൊട്ടാരക്കര ശക്തി എന്ന് പറയുന്ന കടയിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് അമ്മമാർക്ക് നൈറ്റി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാം ആ നൈറ്റിയുടെ വില എത്രയാണ്, സിറ്റുമുണ്ടിന്റെ വില എത്രയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെയും പോയി അന്വേഷിക്കാം. എനിക്കിപ്പോൾ അമ്മമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ, നമ്മുടെ അമ്മമാർക്ക് എന്തെങ്കിലും എടുത്ത് അയച്ചു തന്നാൽ മതി. അങ്ങനെ അയച്ചു തരാൻ സുമനസ്സുള്ളവര് എല്ലാവരെയും ബെഡ്ഷീറ്റ് എടുക്കുന്ന നമ്മുടെ SM സിൽക്കിലെ നമ്പർ തരാം, ആമസോണിന്റെ ലിങ്ക് അയച്ചു തരാം ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നൈറ്റിയുടെ കളർ പറയാം, ഒരേ ഡിസൈൻ വേണമെന്നില്ല, ഏകദേശം ഒരേ കളർ. അപ്പം ദയവ് ചെയ്ത് അങ്ങനെ അയച്ചു തരുക. അങ്ങനെ അയച്ചു തന്നാലേ നമുക്ക് ഓണത്തിന് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മളോട് സഹായിക്കണം, സഹകരിക്കണം.